നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. മനുഷ്യ വന്യജീവി സംഘർഷം പ്രതിരോധിക്കാനുള്ള നടപടികൾ സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ജില്ലയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗമാണ് കുട്ടിക്കാനത്ത് ചേർന്നത്. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ട ആവശ്യകത മന്ത്രി എടുത്തു പറഞ്ഞു. മേഖലയിൽ നിരന്തരമായി ഉണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി പ്രത്യേക താൽപര്യമെടുത്താണ് യോഗം വിളിച്ചു ചേർത്തത്. വാർത്തയിലേക്ക്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. പരിഹാര മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ സംക്ഷിപ്ത പദ്ധതി ഹൈറേഞ്ച് സർക്കിൾ ചീഫ് കൺസർവേറ്റർ RS അരുൺ അവതരിപ്പിച്ചു. മേഖലയിൽ 4 സ്ഥിരം RRTകളും 9 താൽക്കാലിക ഇന്റേണൽ RRTകളും കൂടാതെ 9 എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഹൈറേഞ്ച് സർക്കിളിന് കീഴിൽ സോളാർ തൂക്കുവേലികൾ സ്ഥാപിക്കുന്ന പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ്. നവാർഡ് പദ്ധതികളിൽ വിവിധ ഡിവിഷനുകളിലായി 171.5 കിലോമീറ്റർ RKVY, കൃഷി വകുപ്പ് പദ്ധതിയിൽ 45.6 കിലോമീറ്റർ എന്നിങ്ങനെയാണ് സോളാർ തൂക്കുവേലി പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതുകൂടാതെ നബാർഡ് പദ്ധതിയിൽ 33.7 കിലോമീറ്ററും RKVY പദ്ധതിയിൽ 1.4 കിലോമീറ്ററും ആന പ്രതിരോധ കിടങ്ങും നിർമ്മിക്കുന്നു. ഇവയുടെ നിർമ്മാണ പുരോഗതി സംബന്ധിച്ച് മന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കൂടാതെ ജില്ലയിൽ അധികമായി ആവശ്യം വരുന്ന ART, മറ്റ് സംവിധാനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി വിശദമായ ചർച്ചയും നടന്നു. ഏതാണ്ട് സ്ഥലം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും കവർ ചെയ്തിട്ടുള്ള ഒരു സമഗ്രമായ ഒരു വർക്ക് പ്ലാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതെങ്കിലും ഗുരുതരമായ പ്രദേശം വിട്ടുപോയിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. അതുപോലെ ഈ വനാന്തരങ്ങളിൽ വന്യമൃഗങ്ങളുടെ തിരിച്ച ലഭ്യത കുറവ് അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത് പുറത്തോട്ട് വിനോദമേഖലയ്ക്ക് കൂടുതലായിട്ടും വരാൻ അവിടെ അത്തരത്തിലുള്ള അതിനുള്ള തീറ്റ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ അവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും ആന പ്രതിരോധം എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞിട്ടുള്ള കാര്യം ഉൾപ്പെടെയുള്ളതാണ്. അതില് നമ്മൾ സൗരോർജ വേലികൾ മാത്രം അല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ വനത്തിനകത്ത് വന്യമൃഗങ്ങളെ അവിടെ നിലനിർത്താൻ കഴിയണം, പുറത്തു വരാതെ. അതിനെന്ത് വേണം? അവരുടെ ആവാസ വ്യവസ്ഥയിൽ ശക്തമായ ഇടപെടലിലൂടെ അവർക്ക് തൃപ്തികരമായ വിധത്തിലുള്ള മാറ്റങ്ങൾ ആവശ്യമാണ്. വനം വകുപ്പ് ഈയിടെ ആരംഭിച്ച വന്യജീവികൾക്കായി വനത്തിനുള്ളിൽ വെള്ളവും ആഹാരവും ഉറപ്പുവരുത്തുന്ന മിഷൻ ഫോഡർ ആൻഡ് വാട്ടർ പദ്ധതിയുടെ ജില്ലയിലെ നടത്തിപ്പിനെ പറ്റിയും വിശദമായ ചർച്ച നടന്നു. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഫിനാൻസ് ഡോക്ടർ പി. പുകഴേന്തി, വൈൽഡ് ലൈഫ് വാർഡൻ ആൻഡ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പ്രമോദ് ടി കൃഷ്ണൻ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും ഫീൽഡ് ഡയറക്ടർ പ്രൊജക്ട് ടൈഗർ കോട്ടയം PP പ്രമോദ്, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഹൈറേഞ്ച് സർക്കിൾ കോട്ടയം RS അരുൺ, ഇടുക്കി ജില്ലയിലെ മറ്റ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാർ, റവന്യൂ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റായെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, ടജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി.